السلام عليكم ورحمة الله وبركاته. طلابي الأعزاء، كيف حالكم؟ وهل أنتم منشطون؟ نعم. وهل أكملتم الاستمارة أي النشاط من ترجمة الشيخ عبد القادر الجيلاني رحمه الله في الصفحة 13. 13-ാമത്തെ പേജിലുള്ള അഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുള്ളയുടെ ജീവചരിത്രത്തിൽ നിന്നുമുള്ള ഇസ്തിമാറ, അതായത് ബയോഡാറ്റ നിങ്ങൾ പൂർത്തീകരിച്ചുവല്ലോ. നഅം. ഉൻദുറു ഇല ശാശ വഹൽ കതബ്തും കദ. നഅം. الاستمارة ما الإعلامات التي يشتمل في استمارة؟ الاسم الكامل. أولا الاسم الكامل الشيخ عبد القادر الجيلاني رحمه الله. نعم. واسم الوالد، اسم والدي الشيخ عبد القادر الجيلاني رحمه الله. نعم هو عبد الله. واسم الوالدة. نعم. من أين استنبطنا هذا؟ നമ്മൾ എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്? നമ്മൾ പഠിച്ച തർജുമത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നുള്ള പാഠത്തിൽ നിന്ന്. അതിൽ ആദ്യം തന്നെ വുലിദ അഷെയ്ഖ് എന്ന് പറഞ്ഞ് മുഴുവൻ പേര് കാണിക്കുന്നുണ്ട്. ആ ഭാഗം എടുത്തെഴുതുക. ഇസ്മുൽ കാമിൽ എന്നുള്ളിടത്തേക്ക്, ഇസ്മുൽ വാലിദ് എന്നുള്ളിടത്തേക്ക് ആ വരി അങ്ങനെ നോക്കുക. സനത 471 ഹിജിരി ഇബ്നൻ ലി അബ്ദില്ല, അബ്ദുള്ളയുടെ മകനായിക്കൊണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ പേര് അബ്ദുള്ള എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇസ്മുൽ വാലിദ് എന്നുള്ളിടത്തേക്ക് അബ്ദുള്ള എന്നെടുത്തെഴുതാം. സാലിസൻ, മൂന്നാമതായി ഇസ്മുൽ വാലിദ, ഉമ്മയുടെ പേര്. അത് ഇബ്നൻ ലി അബ്ദില്ലാഹി, പാഠത്തിലേക്ക് നോക്കുക. ഇബ്നൻ ലി അബ്ദില്ലാഹി വ ഫാത്തിമ, അവിടെ ഫാത്തിമ കാണുന്നുണ്ട്. ഫാത്തിമയുടെയും ഇബ്നൻ മകനായിക്കൊണ്ട് ആദ്യത്തിൽ പറയുന്നു ഉലിദ, ജനിച്ചു എന്നുള്ളത്. അപ്പോൾ ഫാത്തിമയുടെയും മകൻ. ഫാത്തിമ ആരുടെ പേരാണ്? ഉമ്മയുടെ പേരാണ്. അപ്പോൾ ഉമ്മയുടെ പേര് എന്നുള്ളിടത്തേക്ക് ഫാത്തിമ എടുത്തെഴുതുക. മക്കാനുൽ മീലാദ് ഐന ഉലിദ, എവിടെ അദ്ദേഹം ജനിച്ചു? നാം ഉൻദുറു ഫി ഇലാ തർജുമ ഉലിദ അഷേഖ് അബ്ദുൽ ഖാദിർ ഫി ഖറിയത്തി അൽ ജീലാൻ. നാം അൽ ജീലാൻ, ജീലാൻ എന്നുള്ള ഖറിയ, ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. അപ്പോൾ മക്കാനു മീലാദിഹി, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഐന ഉലിദ. നാം അൽ ജീലാൻ. നഅം. ഖാമിസൻ സനത്തുൽ മീലാദ് മത ഉലിദ. സന മാന ആം എന്ന് പറഞ്ഞാൽ വർഷം. സനത്തുൽ മീലാദ് ജന്മ വർഷം. ഫി ഐ സനത്തിൻ ഉലിദ, ഫസ്റ്റ് ലൈനിൽ ولد الشيخ عبد القادر في قرية الجيلان سنة 471. വർഷം വായിക്കുമ്പോൾ ആദ്യം 4, പിന്നെ 71 ആദ്യം 1, പിന്നെ 70, 471 ഹിജറ. ഓക്കെ, അത് 400 എന്നുള്ളതിന് 400. അപ്പോൾ 300 എന്നുള്ളതിന് 300 ആണെങ്കിൽ 300. 100 എന്നറിയാമല്ലോ. ഓക്കെ, 200 ആണെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. 200, 200, 200. വലത് എന്ന് പറഞ്ഞാൽ ഒരു കൈ എന്നല്ലേ അർത്ഥം. വലതാനി 2 കൈകൾ. അതുപോലെ കൈകൾ യത്. വലതാനി ആൺകുട്ടികൾ, ഒരു ആൺകുട്ടി വലത്, 2 ആൺകുട്ടികൾ വലതാനി. അതുപോലെ റിജില്, ഒരു കാല്, റിജിലാനി 2 കാലുകൾ. അപ്പോൾ 200, 2 നൂറുകൾ അങ്ങനെ. അപ്പോൾ ആദ്യം 400 പറയുക, 400. പിന്നെ 71, 71 ആദ്യം 1 പറയുക. 10 ശേഷമുള്ള സംഖ്യകൾ നമ്മൾ പറയുമ്പോഴൊക്കെ ആദ്യം ഒറ്റയും പിന്നെ 10ഉമാണ് പറയേണ്ടത്. അപ്പോൾ ആദ്യം 1, 1ന് വാഹിദ്, പിന്നെ 10കൾ ഏതാണ്? 70. ഓക്കെ, അപ്പം 70 പറയാം. സബൂൻ അല്ലേ? അപ്പോൾ വാഹിദ് വസബൂൻ, വെറും 71ന് വാഹിദ് വസബൂൻ. അതിന് മുന്നിൽ 400 ചേർത്താലും
5000 ചേർത്താലും ഒക്കെ എന്തുതന്നെയാണ് 71 71 തന്നെ പറയുക. വാഹിദ് വസബൂൻ ഹിജിരി. ആ ചെറിയ ഹാ ഹിജറ വർഷം എന്നുള്ളതിനെ കുറിക്കുന്ന ഹിജിരി ഹിജറ വർഷത്തിലെ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ അല്ലഖബ്. എന്താണ് ലഖബ്? ലഖബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണല്ലേ. അദ്ദേഹം വിളിക്കപ്പെട്ട സ്ഥാനപ്പേര് ലുഖിബ ബി മുഹ്യിദ്ദീൻ എന്ന് കാണുന്നുണ്ട് പാഠത്തിൽ. അപ്പോൾ അല്ലഖബ് ഹുവ മുഹ്യിദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ലഖബ്. അൽ കുന്യ. അടുത്തതായി കുന്യ. ഉൻദുറു ഇല തർജുമ. നഅം ഹുനാക നറ കുനിയ വകുനിയ ബി അബി മുഹമ്മദ്. നഅം ഫകുനിയതുഹു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് അബൂ മുഹമ്മദ് എന്നാണ്. കുനിയ ബി അബി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അബൂ മുഹമ്മദ് എന്നുള്ള പേര് കൊണ്ട് കുനിയ അദ്ദേഹം ഓമനപ്പേര് വിളിക്കപ്പെട്ടു. നഅം സുമ്മ അദ്ദിറാസ ഐന ദറസ ദിറാസാതുഹു. അദ്ദേഹത്തിൻ്റെ വലിയ പഠനങ്ങൾ ചെറിയ സ്കൂളിൽ LPയിലും UPയിലും പഠിച്ച അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയ സ്ഥലങ്ങളല്ല. ബൽ അദ്ദിറാസാത്ത് അൽ ആലിയ. അദ്ദേഹം പഠിച്ച ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം. നഅം ഉൻദുറു ദറസ ഫിൽ ജാമിഅത്തി النظامية. نعم جامعة النظامية. نظامية യൂണിവേഴ്സിറ്റി. ജാമിഅ മാന യൂണിവേഴ്സിറ്റി. ജാമിഅ യൂണിവേഴ്സിറ്റിയിൽ ദറസ അദ്ദേഹം പഠിച്ചു. നേരെ അൽ ജാമിഅ അൻ നവാമിയ എന്ന് എടുത്തെഴുതുക. അൽ മുഅല്ലഫാത്ത്. നഅം സുമ്മ അൽ മുഅല്ലഫാത്ത്. മാ മഅന അൽ മുഅല്ലഫാത്ത്? അല്ലഫ മാന രചിച്ചു. പുസ്തകം എഴുതുന്നതിന് അല്ലഫ എന്ന് പറയുന്നു. അല്ലഫ യുഅല്ലിഫു രചിക്കുന്നു. മുഅല്ലിഫ് രചയിതാവ് എഴുതുന്ന ആൾ. മുഅല്ലഫ് എഴുതപ്പെട്ട പുസ്തകം. മുഅല്ലഫ്. അപ്പം മുഅല്ലഫത്ത് പുസ്തകം, മുഅല്ലഫാത്ത് പുസ്തകങ്ങൾ. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ. നഅം അസ്സത്ർ അൽ അഖീറ വമിൻ മുഅല്ലഫാത്തിഹി. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്നുള്ളത് അൽ ഗുനിയ വഫുതൂഹുൽ ഗൈബ് വൽഫത്ഹുർ റബ്ബാനി. നഅം 3 കുതുബ് അലതി ഉരിദത് ഹുന. ഇവിടെ പറഞ്ഞത് 3 പുസ്തകങ്ങളെക്കുറിച്ചാണ്. അവ 3ഉം എടുത്തെഴുതുക. നഅം അഖീറൻ ഏറ്റവും അവസാനമായി താരീഖുൽ വഫാത്തി. വഫാത്ത് മാന മരണം. അൽ മൗത്ത്. താരീഖ് മാന ഡേറ്റ്. സനത്ത് വർഷമാണ്. താരീഖ് ഡേറ്റാണ്. താരീഖുൽ വഫാത്തി മരണത്തിൻ്റെ ഡേറ്റ്. നഅം ഐന മത തൂഫിയ അശ്ശൈഖ് സനത. വർഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ആദ്യം നമ്മൾ പറഞ്ഞു മുകളിൽ ജനിച്ച വർഷം വായിച്ചെടുത്ത് അവലൻ അൽമിഅ 100 എത്രയാണോ അത് വായിക്കുക. 5 100. നഅം 500. പിന്നെ 61 ആദ്യം വായിക്കേണ്ടത് ഒറ്റകൾ. ഒറ്റ എത്രയാണ്? വാഹിദ്. പിന്നെ 10കൾ. 10 എത്രയാണ്? 60. അപ്പോൾ 60ന് സിത്തൂന അല്ലേ? സിത്തൂന. ഓക്കെ. അപ്പോൾ വാഹിദ് വസിത്തൂൻ. നാം ഹിജ്രി. ഓക്കെ. ഈ വിവരങ്ങൾ എടുത്തെഴുതിയല്ലോ. നാം ശ്രദ്ധിക്കൂ. ഇതൻ ഉക്തുബു ഇല കുതുബിക്കും ഇല ദഫാതിരിക്കും. നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എടുത്ത് എഴുതുക. നാം ഇതൻ ندخل إلى نشاط أخرى. نعم انظروا إلى هذا الجدول. نعم فيها الجدول الأول ألف والباء. في الأول نرى كلمات مثل سلمان، أسد، نوم، كاتب. نعم. في الباء صدق، يكذب، وضع، أخيرا سمع. نعم
هل عرفتم هل تعرفون ما معنى هذا؟ نعم في الألف സൽമാൻ അവലൻ സൽമാൻ. എന്താ സൽമാൻ എന്നുള്ളതിൻ്റെ അർത്ഥം? ഓരോന്നിൻ്റെയും അർത്ഥം നോക്കൂ. സൽമാൻ നാം ഇസ്മു വലദിൻ, ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പേരാണ്. നാം ഥാനിയൻ അസദ്. അസദ് മാന അസദ്? നാം സിംഹമാണല്ലേ. നാം ثالثا النوم. نوم ما معنى نوم؟ نام الطفل. ما معنى نام؟ كل ينامون في الليل والبعض യനാമൂന ഫിന്നഹാരി ആയുധൻ. ചിലർ പകലും അങ്ങനെ ഉറങ്ങും അല്ലേ, കുംഭകർണന്മാരെ പോലെ. ശരി, നൗം എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. രാത്രി നമ്മളെല്ലാവരും ഉറങ്ങുന്നു. ശരിക്കും ഉറങ്ങാറില്ലേ? നാം ഉറക്കം. വ അഖീറൻ കാത്തിബ്. മാന കാത്തിബ്? നമ്മൾ നേരത്തെ പറഞ്ഞു മുഅല്ലിഫ്, എഴുത്തുകാരൻ. അതേ അർത്ഥമാണ് കാത്തിബ്, എഴുത്തുകാരൻ. എഴുതുന്ന ആൾക്ക് കാത്തിബ് എന്ന് പറയും. നാം രണ്ടാമത്തെ കോളം ഔവലൻ സ്വദഖ. മാന സ്വദഖ? നിർബന്ധമായും നിങ്ങൾ അർത്ഥം പറയണം. ഒന്നാമത്തെ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു. നാം സത്യം പറഞ്ഞു. യക്ദിബു. യക്ദിബു നേരെ ഓപ്പോസിറ്റാ. ബിദ്ദു സ്വദഖ. സ്വദഖയുടെ ഓപ്പോസിറ്റ് വേർഡാണ് യക്ദിബു. കളവു പറയുന്നു. പറഞ്ഞു എന്നല്ല, പറയുന്നു. നാം സാലിസൻ വദഅ. വദഅ മാന വെച്ചു, പുട്ട്. സമിഅ. മാന സമിഅ? ഹേർഡ്. ഓക്കെ, കേട്ടു. കേട്ടു. വദഅ വെച്ചു, സമിഅ കേട്ടു. നാം മൽ ഫർഖു ബൈന അൽ അമൂദൈൻ? في العمود الأول سلمان هو اسم ولد وأسد ونوم وكاتب. نعم كل هذه أسماء. ഇവയെല്ലാം എന്താണ്? ഇസ്മുകളാണ്, നാമങ്ങളാണ്, അതായത് പേരുകൾ, നൗൺസ്. ഫിൽ അമൂദ് അൽ ബ. ബ കോളത്തിൽ കാണുന്നത് സത്യം പറഞ്ഞു, കളവ് പറയുന്നു, വെച്ചു, കേട്ടു. നാം മൽ ഫർഖു ബൈനൽ അമൂദൈൻ? നാം രണ്ടാമത്തെ കോളത്തിലുള്ളത് വേർബ്സാണ്, ക്രിയകളാണ്, അതായത് പ്രവൃത്തികളാണ്. നാം ഇദൻ ഉൻദുർ ഇല ശാശ. മാ അൽ ഇസ്ം? ഫമൽ ഇസ്ം ഹുവ കുല്ലു ലഫ്ദിൻ യുസമ്മ ബിഹി ഇൻസാനുൻ ഔ ഹയവാനുൻ ഔ നബാത്തുൻ ഔ ജമാദുൻ ഔ അയ്യി ഷൈഇൻ ആഖർ. ഇസ്മ എന്ന് പറഞ്ഞാൽ, അതായത് ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് ഇനിയും ഉൾപ്പെടുത്താവുന്നത് കുല്ലു ലഫ്ദിൻ, എല്ലാ പദവും ചേർക്കാം. എങ്ങനെയുള്ളത്? യുസമ്മ ബിഹി ഇൻസാനുൻ. യുസമ്മ ബിഹി അതുകൊണ്ട് പേര് വിളിക്കപ്പെടുന്നു. ഇൻസാനുൻ മനുഷ്യന്മാരുടെ പേരുകൾ. ഔ ഹയവാനുൻ. ഹയവാൻ മാന ഹയവാൻ? ആനിമൽ അല്ലേ, മൃഗങ്ങൾ, പക്ഷികളും എന്തുമാവാം. ഔ നബാത്ത് ചെടികൾ. ഔ ജമാദ്. എന്താ ജമാദ്? ജീവനില്ലാത്ത അചേതന വസ്തുക്കൾ അല്ലേ. ഔ അയ്യു ഷൈഇൻ ആഖർ. എന്ത് മറ്റ്. അയ്യു ഷൈഇൻ. അയ്യു ഏത്, ഷൈഇ വസ്തു, ആഖർ മറ്റു. ഏത് വസ്തുക്കളും, ചേതനമോ അചേതനമോ ആയ ഏത് വസ്തുക്കളും, ജീവനുള്ളതോ ഇല്ലാത്തതായ ഏത് വസ്തുക്കളെയും സംഗതികളെയും നമുക്ക് ഇസ്മ എന്ന് വിളിക്കാം. നാം ഫമൽ ഫിഅൽ? നാം അൽ ഫിഅലു ഹുവ കുല്ലു ലഫ്ളിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസ്. ഇവിടെ നോക്കൂ, ഓരോന്നും കുല്ലു ലഫ്ളിൻ പറയപ്പെട്ട. സമിഅ, വദഅ, യക്ദിബു, സ്വദഖ. കുല്ലു ലഫ്ളിൻ യദുല്ലു അവയെല്ലാം സൂചിപ്പിക്കുന്നില്ലേ? അലാ ഹുസൂലി. ഹുസൂൽ ഹസ്വല കിട്ടി. ഹുസൂൽ കിട്ടുന്നത്, അമൽ പ്രവൃത്തി. ഫി സമനിൻ സമൻ കാലം. ഖാസ് പ്രത്യേകമായ കാലത്ത്, അതായത് ഭാവിയിലോ ഭൂതത്തിലോ വർത്തമാനകാലത്തോ, കഴിഞ്ഞു പോയ ഭൂതകാലത്തോ വർത്തമാനകാലത്തോ ഭാവിയിലോ ഒരു പ്രവൃത്തി ലഭിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു, ഒരു ക്രിയയെ സൂചിപ്പിക്കുന്നു. അത് ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, സ്വദഖ സത്യം പറഞ്ഞിട്ടുണ്ടാവും. ചിലത് യക്ദിബു ഇപ്പോൾ പറയുന്നുണ്ടാവും. ഇനി ചിലതോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടാകും,
ഭാവിയിൽ. അങ്ങനത്തൊക്കെ എന്ത് പറയും? ഫിഅൽ എന്ന് പറയും. ഹൽ ഫഹിംതും? നഅം. ഇദൻ اسمع وانظر إلى الشاشة. نعم، في العمود الأول الأسماء من ترجمة الشيخ عبد القادر الجيلاني رحمه الله. الأسماء منها الشيخ عبد القادر. الشيخ عبد القادر ജിലാനിയുടെ തർജുമയിൽ വന്നിട്ടുള്ള കുറച്ച് ഇസ്മു നോക്കൂ. അഷേഖ് അബ്ദുൽ ഖാദിർ പേരാണല്ലേ? നഅം, ഇസ്മാണ്. നഅം സുമ ഖറിയ. ഖറിയ മാന ഗ്രാമം. അത് ഏതെങ്കിലും പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നഅം ഇദൻ മിനൽ അസ്മാ. നഅം സുമ അൽ ജീലാൻ. ജീലാൻ ഇസ്മു മക്കാനിൻ, ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അപ്പോൾ ഇസ്മിൽ പെടുന്നു. നഅം സുമ സന. സന വർഷം. ഇബൻ മാന ഇബൻ മകൻ. ഇവയെല്ലാം എന്താണ്? ഇസ്മുകളാണ്. ഇവയൊന്നും പ്രവർത്തനങ്ങളെ, വെബ്സിനെ സൂചിപ്പിക്കുന്നില്ല. സുമ അൽ ഫിഅൽ. ഇദൻ മ അൽ ഫിഅൽ വുലിദ. നഅം ഐ ബോൺ, ജനിച്ചു. വ കുനിയ, അതുപോലെ ഓമന പേര് ലഭിച്ചു. ഇവയെല്ലാം ഫിഅലുകൾ ആണ്. ഇദൻ സുമ അൽ കലിമാത്ത് അൽ ഉഖ്റ ترون في هذه الترجمة. انظروا في هذه الترجمة كلمات أخرى التي لم يكن في الأسماء أو في الأفعال. ഫിഅലുകളും അസ്മാകളും അല്ലാത്ത ചില പദങ്ങൾ അതിൽ നമുക്ക് കാണാനുണ്ട്. എന്തൊക്കെയാണ്? ഫി. മഅന ഫി? നഅം ഇൻ, ഉള്ളിൽ. സുമ്മ ബി. ബി അബി മുഹമ്മദ്. ബി മഅന ബി, കൊണ്ട്. ബി അബി മുഹമ്മദ്, കൊണ്ട്. എന്താ ഈ കൊണ്ട് അല്ലേ? അതുപോലെ പിന്നെ മിൻ. നഅം മിൻ. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് അല്ലേ? ഫ്രം. ഹൽ ഹാദിഹിൽ കലിമാത്ത് മിനൽ അസ്മാ ഔ ഫിൽ അഫ്ആൽ. അസ്മാകളിലോ ഫിഅലുകളിലോ ഉള്ളതാണോ? ഇവ ഏതെങ്കിലും പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇവ എന്തെങ്കിലും വസ്തുക്കളോ സാധനങ്ങളോ ആണോ? അല്ല. അപ്പോൾ ഇതിനെ എന്തു വിളിക്കും? നഅം സമ്മ ഹാദാ ബിൽ ഹുറൂഫ്. ഫമാ അൽ ഹർഫ്. എന്താണ് ഹർഫ്? ഹുറൂഫുകൾ എന്ന് ഇവ വിളിക്കപ്പെടുന്നു. അൽ ഹർഫു കുല്ലു ലഫ്ളിൻ ലാ യദ്ഹറു മഅനാഹു കാമിലൻ ഇല്ലാ മഅ ഗൈരിഹി. കുല്ലു ലഫ്ളിൻ, എല്ലാ പദങ്ങളും ഹർഫ് എന്ന് വിളിക്കപ്പെടുന്നു. എങ്ങനെയാണെങ്കിൽ ലാ യദ്ഹറു, അത് പ്രകടമാക്കുകയില്ല, മഅനാഹു, അതിൻ്റെ അർത്ഥം, കാമിലൻ, പൂർണ്ണമായിക്കൊണ്ട്, ഇല്ല, അല്ലാതെ, മഅ, കൂടെ, ഗൈരിഹി, ഗൈർ, മറ്റു, ഹി, അതിൻ്റെ മറ്റുള്ള ഏതെങ്കിലും പദങ്ങളുടെ കൂടെ അല്ലാതെ, അർത്ഥം പൂർണ്ണമായി വെളിപ്പെടാത്ത എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഉള്ളിൽ, കൊണ്ട് എന്നൊക്കെ അർത്ഥം പൂർണ്ണമാകാത്ത പദങ്ങൾ. എന്നാൽ മറ്റൊന്നിൻ്റെ കൂടെ ചേർന്നാൽ വീട്, വീട്ടിൽ നിന്ന്, പൂർണ്ണമായില്ലേ? മിനൽ ബൈത്തി ഔ ഫിൽ മസ്ജിദി, പള്ളിയിൽ, ബിൽ ആസ്വ, വടികൊണ്ട് എന്നിങ്ങനെ അർത്ഥം പൂർണ്ണമാവുന്നുണ്ടെങ്കിൽ യുസമ്മ ബിൽ ഹർഫ്, അത് ഹർഫ് എന്ന് വിളിക്കപ്പെടുന്നു. ഇദൻ ഹൽ ഫഹിംതും അൽ അസ്മാ വൽ അഫ്ആൽ വൽ ഹുറൂഫ്. ഇദൻ ഉക്തുബു അൽ അസ്മാ വൽ അഫ്ആൽ വൽ ഹുറൂഫ് മിൻ ദർസ് ലിമ സ്വദഖ്ത വലം തക്ദിബ് ഫി ദഫാതിരിക്കും. നമ്മുടെ പാഠത്തിലെ ഇസ്മ, ഫിയാല്, ഹർഫ് എന്നിവ കോളം വരച്ച് 3 കോളങ്ങളിലാക്കി വേർതിരിച്ച് എഴുതിയിട്ട് കാണിച്ചു തരൂ. അന്തളിറുക്കും ഇല ഇലത്തിക്കും വ അജ്ബിയത്തിക്കും വ ഇല ശുക്കൂക്കിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.